അതായത് ആളുകൾ ഈ വിവരം അറിയാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മാം സംസാരിക്കും. അപ്പം ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 12:30 ഈ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു. അപ്പോൾ അതോടുകൂടി ടീമെല്ലാം വനംവകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു. ഒരു 2:30 ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ. അപ്പം അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. രാത്രിയാണ് സമയമായിരുന്നത്. റോഡ് സൈഡിലായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നത്. ഞാൻ ഇനി കൂടുതൽ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കും, വിശദമായിട്ട് ഇരിക്കും. പൂക്കോട് നമ്മളതൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ പറയാം. ഓക്കെ, ഇനി ഡോക്ടർ നമുക്ക് അത് ആ ഭാഗത്തുള്ള വീടുകളിൽ തന്നെ ചെറിയ ഭാഗത്ത് പിലാക്കാവിന്റെ 3 റോഡ് എന്ന് പറയുന്ന ഭാഗങ്ങളിലാണ്. പിലാക്കാവിലേക്ക് പോകുന്ന വഴിയിലെ 3 റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ആ ഭാഗത്ത് നിന്നിരുന്നത്. ഇല്ല, ഞങ്ങൾ ട്രാങ്കുലൈസിങ്ങിന്റെ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ. രാത്രി സമയമായിരുന്നു. അതെല്ലാം ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മീഡിയനെ കാണുന്നതായിരിക്കും. ഇല്ല, ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളെല്ലാം ഇനി പറയാം. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ളത്. KS ദീപയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. രാധയെ കൊന്ന കടുവ തന്നെയാണ് ഈ ചത്തനെല്ലിൽ കണ്ടെത്തിയ കടുവയുമെന്ന് സ്ഥിരീകരിക്കുന്നു KS ദീപ. അല്പസമയത്തിനകം വനംമന്ത്രി കൂടി മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനംമന്ത്രിയുടെ പ്രതികരണത്തോടുകൂടി കൂടുതൽ വ്യക്തത കൈവരും. ഏതായാലും വയനാട്ടിൽ ആദിവാസി സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ദൗത്യത്തിനായി വനത്തിനുള്ളിലേക്ക് പോയ ദൗത്യ സംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ജഡം പുറത്തേക്ക് എത്തിച്ചു. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് എന്താണ് ഈ മരണ കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുണ്ടാകൂ. വനത്തിനുള്ളിൽ നിന്നും കടുവയുടെ ജഡം പുറത്തെത്തിച്ച തത്സമയ ദൃശ്യമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തനെല്ലിൽ കണ്ടെത്തിയെന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നാടിന്റെ ആകെ ആശങ്കയ്ക്ക് വിരാമമാവുകയാണ്. ദൗത്യ സംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഇപ്പോൾ അരുൺ സക്കറി സംസാരിക്കുന്നു തത്സമയം. അങ്ങനെയല്ല, മറ്റൊരു കടുവ ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം. അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. ഇൻഫൈറ്റ് വൂണ്ട് കൊണ്ടാണ് കോസ് ഓഫ് ഡെത്ത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾക്ക് രാത്രി മയക്കുവെടി വെക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് രാത്രി നമ്മൾ 12 നമ്മൾ സ്പോട്ട് ചെയ്ത് നമ്മളതിനെ ട്രാക്ക് ചെയ്തു. ഇല്ല, നൈറ്റ് പഴക്കമുണ്ടോ? ഇനിയിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മള് ഓഫീസുണ്ട്, വെറ്റനറി ഹോസ്പിറ്റലുണ്ട്. അല്ലല്ല, ഫോറസ്റ്റ് വെറ്റനറി ഓഫീസുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും, ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോഴാണ് നമുക്ക് റിയൽ കോസ് ഓഫ് ഡെത്ത് നമുക്ക് അറിയാൻ പറ്റും. അതായത് രാത്രി 2:30 വരെ ഇത് നിങ്ങളുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതെ, 12 തൊട്ട് 2:30 വരെ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാവുമ്പോൾ നമുക്ക് ലിമിറ്റ് ഇല്ലേ,
ഓക്കെ തെർമൽ ഡ്രോൺസ് വർക്ക് ചെയ്തില്ല കാരണം ബിക്കോസ് ഭയങ്കര ഇതാണ് കനോപ്പി ഭയങ്കര ഇഷ്യൂസ് ആണ്. അല്ല നോക്കൂ, സെക്സ് നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ സംഭവം? ജനവാസ മേഖലയിൽ വീടിന് എത്ര ദൂരെയാണ്? വീടിന്റെ തൊട്ട് പറഞ്ഞു. നിങ്ങൾ ഇന്ന് രാവിലെ ഭാഗത്ത് തന്നെ? അതിന് തൊട്ട് പറഞ്ഞു. ഞങ്ങളത് ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ നൈറ്റ് ഞങ്ങൾക്ക് പിന്നെ ഫർദർ മൂവ് ചെയ്യാൻ പറ്റിയില്ല, ഡ്രോൺസ് നമുക്ക് കിട്ടിയില്ല. സോ അത് ട്രാക്ക് ചെയ്ത് വന്നപ്പോഴാണ് മോർണിംഗ് എത്ര മണി 6:30 ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത്. രാവിലെ 6:30യോടെയാണ് കടുവയുടെ ജഡം കണ്ടെത്തിയതെന്നാണ് ഡോക്ടർ അരുൺ സഖറിയ പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ വനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മാനന്തവാടിയിലെയും പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ പൊതുവെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനംവകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ഒരു ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാര്യത്തിലും 100% പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത്, ഒരു കാര്യത്തിൽ. എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ട്. ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം മനസ്സിൽ വെച്ചാണ് ഇപ്പോഴും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ സാക്ഷികളാണ്. അവിടെ രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടും എന്ന് കരുതിയ സന്ദർഭമുണ്ടായാൽ അതുണ്ടായിട്ട് പോലും ധീരതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദൗത്യം വിജയിക്കണമെങ്കിൽ ഏകപക്ഷീയമായ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല. ബഹുജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയല്ലാതെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് മാത്രമായി കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അഥവാ ഉണ്ടായാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പു നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ അനുഭവം നിങ്ങളൊക്കെ എന്തൊക്കെ വിമർശിച്ചാൽ ഇന്നലെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. നിങ്ങളിൽ പലരും സാക്ഷികളാണ്. അത് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ആ പ്രതിഷേധത്തിൻ്റെ രൂക്ഷത നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോഴുള്ള ചിത്രം നിങ്ങളാരും കാണിച്ചില്ല. അതിനകത്ത് എനിക്കൊരു പരിവുള്ളത്, നമ്മുടെ അടുത്ത കാലത്തെ ചരിത്രത്തിലൊന്നും ഇങ്ങനൊരു ഒത്തുതീർപ്പ് സംഭാഷണം നടത്തിയിട്ട് ഇത്രയും ആഹ്ലാദത്തോടു കൂടി ജനങ്ങൾ പിരിഞ്ഞു പോയതും അഭിവാദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത്ര നല്ല നിലയിൽ അത് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും
ജനങ്ങളും എല്ലാം കൂടി സഹകരിച്ച് ചെയ്തൊരു കാര്യത്തെ അതിൻ്റെ നന്മയെ ഗുണപരമായ വശത്തെ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നല്ല ആരോഗ്യകരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകമാകും എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് നിങ്ങൾ കൊടുക്കാത്തതിൽ എനിക്ക് പ്രതിഷേധമില്ല. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നെ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകന്മാരുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ആംഗിൾ ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് 2 ദിവസം കൂടി. പിന്നെ മരണകാരണം സംബന്ധിച്ച സംശയങ്ങൾ അത് ഡോക്ടർ അരുൺ സക്കറി തന്നെ പറഞ്ഞിട്ടുണ്ട്. മരണകാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ സാധ്യമാവുകയുള്ളൂ. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് സംസ്കരിക്കാതെ തുടങ്ങിയ നടപടികളിലേക്ക് പോകും. ഞാൻ പറഞ്ഞതുപോലെ തുടർന്നുള്ള ഇനിയും 1-2 ദിവസങ്ങളിൽ സംശയമുള്ള പ്രദേശങ്ങളിലെ തിരച്ചിൽ എന്ന ഒരു ഓപ്പറേഷൻ വയനാടിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അല്ല, നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം മുതൽ അവിടെ ഒരു 17 ക്യാമറകളിൽ ഈ ചിത്രം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതാണ് ഇപ്പം കണ്ട ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലല്ല അവിടെ രാത്രി മുതൽ കണ്ടത്. പിന്നെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നൊരു കടുവ തന്നെയാണിത്. പിലാക്കണ്ടി പിലാക്കാവ് അവിടെ കണ്ടത്. അത് നേരത്തെ തന്നെ അവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ടീം അവിടെ, ഞാൻ പറഞ്ഞില്ലേ, ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം അവിടെ തന്നെ നേരത്തെ മുതലേ ക്യാമ്പ് ചെയ്യും, കടുവയുടെ മൂവ്മെൻറ്റ്സ് കാണുകയും ക്യാമറയിൽ അതിൻ്റെ ചിത്രം അവിടെ വെച്ച് നമ്മൾ നേരത്തെ തീരുമാനിച്ച വിധത്തിലുള്ള ഓപ്പറേഷൻ നടത്താൻ കഴിയുമെന്ന ധാരണയോടുകൂടിയാണ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനെ നിശ്ചയിച്ചത്. പക്ഷെ അത് വേണ്ടി വന്നില്ല. ഒരർത്ഥത്തിൽ അതാണ് ഒരു വന്യമൃഗമായാലും വെടിവെച്ച് കൊല്ലുക എന്നത് അതൊരു വേറൊരു തലം അതിനുണ്ടല്ലോ. ആ തലത്തിലേക്ക് പോകാതെ ജനങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നൊരു പ്രക്രിയ അവിടെ നടന്നു എന്നതിലുള്ള സന്തുഷ്ടിയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. കൊന്നു എന്നതിലുള്ള സന്തോഷമല്ല. ജനങ്ങളുടെ ഭയാശങ്കകൾ മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സന്തോഷകരമായ കാര്യം. 2 ദിവസത്തെ ഓപ്പറേഷനെ പിന്നെ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അല്ല, സംശയങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. പുൽപ്പള്ളി, ഇങ്ങനെ 3-4 സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ 3 സ്ഥലങ്ങളിൽ ഒരു പൊതു നിരീക്ഷണം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിരീക്ഷണത്തിന് പുറമെ ഈ സ്പെഷ്യൽ ടീം തന്നെ, RRT ടീം തന്നെ അവിടെ ഈ പ്രദേശങ്ങളിൽ ഒരു പരിശോധന നിരീക്ഷണം നടത്തി അതിന്മേൽ ഒരു നിഗമനത്തിലെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ മുറിവുകൾ എങ്ങനെ പറ്റിയെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേ മനസ്സിലാവുള്ളൂ. മുറിവുകൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. നമ്മുടെ വനത്തിനകത്ത് എന്തോ കാരണങ്ങളാൽ മൃഗങ്ങൾ മുറിവേൽക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ് എന്നതിന് പല വ്യാഖ്യാനമുണ്ടെങ്കിലും അതിന് സാധാരണ നിലയിൽ ആരെങ്കിലും മനഃപൂർവ്വം മുറിവേൽപ്പിച്ചതാകാം സാധ്യത. 2, അവർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ മുറിവുകൾ സംഭവിക്കാൻ സാധിക്കും. അവരെക്കാൾ വലിയ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചതിൻ്റെ ഫലമായും മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പല സാധ്യതകളാണ്. ആ സാധ്യതകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു. സംഭവിക്കുന്നുണ്ട്, അത് നമുക്കായിരിക്കും. പക്ഷേ എന്താണ് എന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ശ്രമകരമായ ഒരു ജോലിയിലൂടെയും ഒരു സ്പെഷ്യൽ നിരീക്ഷണത്തിലൂടെയും മാത്രമേ അതൊക്കെ കണ്ടുപിടിക്കാൻ. അതൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞു തുടർച്ചയായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു നിർദ്ദേശത്തിൽ. അപ്പോൾ അദ്ദേഹം അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. നാളെ പ്രതിപക്ഷത്തിൻ്റെ മാർച്ച് അവിടെ എത്തുകയാണ്. മാർച്ച് അല്ല, അവരിപ്പോൾ ഇതിന് ഈ കടുവേൻ്റെ പ്രശ്നം ഉന്നയിച്ചാലല്ലോ അവരെ മാർച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. പക്ഷേ അവരുടെ ആദ്യ ആവശ്യം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ അവർ ശ്രമിക്കേണ്ടത് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം, ആ പ്രമേയത്തിലെ ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നൊരു ഡിമാൻഡ് കൂടി ആ ജാഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ
അത് കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ളൊരു ജാതിയാണ് നമുക്ക് പിന്നെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയുമായിരുന്നു. മറ്റേതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ മുന്നണിയാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, അതിൻ്റെ ഭാഗമായി പ്രചരണ ജാഥകൾ നടത്തും, ക്യാമ്പയിനുകൾ നടത്തും. അതൊക്കെ നമ്മളതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയേണ്ടതില്ല. കാരണം അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള പൊതുപരിപാടികളും സമരപരിപാടികളും പോകുന്നത് കേരളത്തിലൊരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയതോടെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. കടുവ ചത്തതിൽ സന്തോഷിക്കുകയല്ല, പകരം പ്രദേശവാസികളുടെ വലിയ ആശങ്ക, ഭീതി, ഭയപ്പാടുകൾ ഇതെല്ലാം തൽക്കാലത്തേക്കെങ്കിലും ഒഴിഞ്ഞു എന്നത് തന്നെയാണ് മന്ത്രിയും സന്തോഷം പങ്കുവയ്ക്കുന്നൊപ്പം ദൗത്യത്തിന് പങ്കാളികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി മന്ത്രി അഭിനന്ദിക്കുന്നുണ്ട്. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഈ പ്രദേശവാസികളെല്ലാം വിവരം അറിഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? ഇവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തീർച്ചയായും നാട്ടുകാർ അതിന്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല. അവരുടെ എല്ലാ സന്തോഷവും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് മാധ്യമത്തിന് ബിഗ് സല്യൂട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് എല്ലാവർക്കും. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. സമരത്തിന്റെ മുന്നിൽ നിന്ന നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ. സമരത്തിന്റെ പിന്നിൽ നിന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് അഭിവാദ്യങ്ങൾ RRC ടീമിന് അഭിവാദ്യങ്ങൾ പോലീസിന് അഭിവാദ്യങ്ങൾ ഫോറസ്റ്റിനും അഭിവാദ്യങ്ങൾ അരുൺ സക്കരിയാക്ക് അഭിവാദ്യങ്ങൾ 100 അഭിവാദ്യങ്ങൾ പഞ്ചാരക്കൊല്ലിയുടെ അഭിവാദ്യങ്ങൾ CCFിന് അഭിവാദ്യങ്ങൾ DFOക്ക് അഭിവാദ്യങ്ങൾ വനംവകുപ്പ് മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ ഓർക്കേളുവിന് അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ നാടിന് അഭിവാദ്യങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഭിവാദ്യങ്ങൾ ഞങ്ങളെ പിന്നിൽ ഉറച്ചു നിന്ന നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ. നേരത്തെ ചോദിച്ചാൽ എന്താണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല സന്തോഷം വന്നത്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ തീയിൻ്റെ ഉള്ളിലായിരുന്നു കടന്നത്. ആ തീയിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കടന്നിട്ട് ഞങ്ങൾ തണുത്ത ഈ രീതിയിലോട്ട് കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മക്കൾക്ക്, ഈ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക് എല്ലാവർക്കും ജോലി സ്ഥലത്ത് പോകാൻ പാലിൻ്റെ വണ്ടി പണി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും വളരെയധികം ഹാപ്പിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അഹോരാത്രം 3-4 ദിവസമായിട്ട് ഇവിടെ നിന്ന് പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. മാധ്യമക്കാർ ഞങ്ങൾ പ്രത്യേകിച്ച് ആദ്യം തന്നെ എടുത്ത് അഭിനന്ദനം പറയുന്നു. DFRക്കുണ്ട്, പോലീസുകാർക്കുണ്ട്, അതിന് പ്രയത്നം എല്ലാവർക്കും അഭിവാദ്യമാണ്. പഞ്ചാരക്കൊല്ലിയുടെ അഭിവാദ്യമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഉണ്ടോ? അതാണ് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടവയുടെ ജഡം കണ്ടെത്തിയതിൽ വലിയ സന്തോഷത്തിലാണ് അവിടുത്തെ പ്രദേശവാസികൾ. ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അവർ അഭിവാദ്യം അർപ്പിക്കുന്നു. പോലീസിനും DFOയ്ക്കും CCFിനും വനംമന്ത്രിക്കും മന്ത്രി OR കേളുവിനും മാധ്യമങ്ങൾക്കുമടക്കം ഈ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും തന്നെ നാട്ടുകാർ ഇപ്പോൾ അഭിനന്ദനം അറിയിക്കുന്നു. അവർ വലിയ സന്തോഷത്തിലാണ്. കുറേ ദിവസങ്ങളായി തുടരുന്ന ഭീതിയുടെ ദിവസങ്ങൾ കുറഞ്ഞു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് രതീഷ്? ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഉൾപ്പെടെ വ്യക്തമാവുകയുള്ളൂ. കടുവയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവിന് അല്പം പഴക്കമുണ്ടെന്നും ഡോക്ടർ അരുൺ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എന്നാലും അത് സംബന്ധിച്ച് വിശദമായ എങ്ങനെയാണ് മരണകാരണം എന്താണെന്ന് അറിയണമെങ്കിൽ കൃത്യമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ ഘടകമായിട്ടുള്ളതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകുള്ളൂ.
എന്തായാലും ഈ പ്രദേശത്തെ ആളുകളുടെ സന്തോഷം നമ്മൾ കണ്ടതാണ്, നമ്മളെ ഫ്രെയിമിലൊക്കെ കണ്ടതാണ്. വലിയ ആഹ്ലാദമാണ് അവർക്ക്. കാരണം ഒരു നിശ്ചലമായതായിരുന്നു. 4-5 ദിവസമായി പ്രദേശമാകെ നിശ്ചലമായതുപോലെയാണ്. 4-5 ദിവസമായി ഈ പ്രദേശമാകെ നിശ്ചലമായതുപോലെയാണ്. അവരുടെ പ്രയാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈകാരികമായി അവർ മന്ത്രിക്കെതിരെയും മറ്റുമൊക്കെ പ്രതികരിച്ചത്. അതൊക്കെ അവർ സ്വയം ബോധ്യപ്പെട്ടു, മന്ത്രിയും അത് മനസ്സിലാക്കി. എന്തായാലും എല്ലാവർക്കും ആശ്വാസമായിട്ടാണ് ഈ നരഭോജി കടുവ തന്നെയാണ് ചത്തതെന്ന് വളരെ കൃത്യമായി വനംവകുപ്പ് വ്യക്തമാക്കി, വനംവകുപ്പിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷമാണ് അവർ പങ്കുവച്ചത്. ഉദ്യോഗസ്ഥർക്ക് ഏറെ കൂടെ നിന്ന മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അവർ നന്ദി പറയുന്നത് കണ്ടു. അത് വളരെ തുറന്ന മനസ്സിന്റെ നന്ദിയാണ്, പഞ്ചാരക്കൊല്ലിക്കാരുടെ നന്ദി പ്രകടനമാണ്. വളരെ ആത്മാർത്ഥമായ ഒരു നന്ദി പറച്ചിലാണത്. നമ്മൾ ആ മുഖങ്ങളിലൊക്കെ കണ്ടതാണ്. വലിയ ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ളവർക്ക്. ഏതായാലും കടുവയുടെ ഭീതി ഒഴിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ പ്രദേശങ്ങൾ. എന്തായാലും വനംവകുപ്പിന്റെ സംഘം ഇനിയും ഇവിടെ തുടർന്ന് ക്യാമ്പ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്.